ഓ ഗൈസ്, നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഈ കുഞ്ഞിപ്പാറുവിൻ്റെ നെയിമിംഗ് സെറമണിക്ക് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ മേഴത്തൂർ ആടുവളവ് സ്ഥലത്താണുള്ളത്. അപ്പം നമുക്ക് രാവിലെ നേരത്തെ പോകണം. മിനി ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഭക്ഷണമൊന്നും വെക്കേണ്ട, നേരത്തെ അങ്ങോട്ട് എത്താൻ കേട്ടോ. അപ്പോൾ അത് പ്രമാണിച്ച് 7 മണിക്കായിരുന്നു നമ്മൾ ഇവിടുന്ന് കെട്ടും പാണ്ടും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാതും അവിടെ പോയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. രാവിലെ നേരത്തെ ആയ കാരണം നമുക്ക് അതിനുള്ള ടൈമും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കുന്നുകളും മലകളും ഒക്കെ താണ്ടി പിടിച്ച് അവിടെ എത്താൻ കുറച്ച് നേരം, എന്തായാലും 1 മണിക്കൂർ എന്തായാലും പിടിക്കും. ഒരുപാട് മിനി ഊട്ടി ഫീലിൽ വരുന്ന, അല്ലെങ്കിൽ മിനി വയനാട് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയ ആണത്. നിറയെ കോടയും മഞ്ഞും ഒക്കെ ആയിട്ട് ഞാനും അമ്മയും സജിയേട്ടനും കൂടെ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. പിന്നെ റോഡും അത്ര ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ചേച്ചീനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ എത്തിപ്പെടാൻ. എന്നാൽ ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ആ ഏരിയ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണ് കേട്ടോ. അയ്യോ, കുഞ്ഞിപ്പാറു അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അതിന് എത്ര വിളിച്ചിട്ടും അത് എഴുന്നേൽക്കുന്നുണ്ടാവില്ല. എപ്പോഴും ഫുൾ ടൈം ഈ 28 ഡേയ്സും അത് ഉറക്കം തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് എഴുന്നേൽപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് വീണ്ടും വേഗം വന്ന് ഇഡ്ഡലിയും വടയും ചായയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും കിച്ചും ഒപ്പം ഇരുന്ന് ചേച്ചിമാരും എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് കഴിച്ചത്. ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ടൈമാണ് കേട്ടോ. ഇപ്പം ആർക്കും അങ്ങനെ തറവാട്ടിലൊപ്പം വരാനോ പോകാനോ ഒന്നിനും സമയമില്ല. ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്ന് വന്ന് പോകാമെന്നല്ലാണ്ട് എല്ലാവരും ഒപ്പം കിട്ടുന്നത് ഇങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും ഫംഗ്ഷനാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ച് ഭയങ്കര രസിച്ച് ഭയങ്കര ആഘോഷിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിച്ച്. ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കാരണം ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇവരുടെ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാലം മുതൽ ഇപ്പോൾ ഈ കിച്ചുവിനെയും അമ്മൂസിനെയൊക്കെ ഞാനൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് തല്ലുകൂട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അമ്മൂസ് ഭയങ്കര ഗുണ്ടുമായിരുന്നു കേട്ടോ. ഭയങ്കര ചബ്ബിയാണ് അവൾ. അപ്പോൾ ചെറുപ്പത്തിൽ ഭയങ്കര രസമായിരുന്നു കാണാൻ. അന്ന് തന്നെ ചേച്ചിമാരുടെ അടുത്തൊക്കെ ഞാൻ ഭയങ്കര പിണങ്ങി നടക്കുക, ഇവളെ എടുക്കാൻ പറ്റാത്തതിന് ഭയങ്കരമായിട്ട് തെറ്റുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴതൊക്കെ പറഞ്ഞ് കുറേ ചിരിക്കും കേട്ടോ. അങ്ങനെ കുറേ നല്ല നല്ല മൊമെൻറ്റ്സുകൾ ആ ടൈമിലുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഒപ്പം ഒത്തുകൂടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് ഹാപ്പി ആവാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോഴേക്കും അവിടെ ചടങ്ങുകളൊക്കെ ഏകദേശം തുടങ്ങി കേട്ടോ. ഞങ്ങൾ വേഗം മുകളിലൊക്കെ പോയി മേക്കപ്പൊക്കെ ചെയ്തു. അമ്മൂസിനും മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചു. ഒക്കെ ചേച്ചിയാണ് ചെയ്തത്, അതായത് അമ്മൂസിൻ്റെ അമ്മ കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ 28-നാണ് ചടങ്ങ് വരുന്നത്. ഈ സ്വർണ്ണ ഇടൽ, പേരിടൽ, അതൊക്കെ 28-നാണ് വരുന്നത്. ചില ഓരോരോ കസ്റ്റമർ അനുസരിച്ചിട്ട് പല ആൾക്കാർക്കും പല തരത്തിലാണ്. ചില ആൾക്കാർക്ക് 40-ആണ്, 58-ആണ്. ഞങ്ങൾക്ക് വരുന്നത് 28-ആണ് കേട്ടോ. കുട്ടി ജനിച്ച് 28-ാമത്തെ ദിവസമാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുക. അഞ്ജനം എഴുതിക്കുക, കണ്ണെഴുതിക്കുക, പിന്നെ കൺമഷി എഴുതിക്കുക, ചന്ദനം തൊടിയിക്കുക, വയമ്പ് നാവിൽ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, കരിവള ഇടിയിക്കുക. അപ്പോൾ അന്നത്തെ ദിവസത്തിന് ശേഷമാണ് പിന്നെ ഈ കൺമഷിയും പൗഡറും എന്താണെന്നുണ്ടെങ്കിൽ ക്രീമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഉപയോഗിക്കുകയുള്ളൂ. അതിന് മുമ്പ് വരെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ പേരിടലും അന്നാണ് ചെയ്യണേ. അങ്ങനെ കുറച്ചൊരു വിശേഷപ്പെട്ടൊരു ദിവസമാണ് 28 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ പിന്നെ വേഗം അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ കുറേ അവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇത് ഞാൻ എൻ്റെ ശരിക്ക് സത്യം പറഞ്ഞ ഡ്രസ്സിങ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നു. ഒരു തട്ടിക്കൂട്ട് പരിപാടി സാരി ഉടുക്കലാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. ഒരു 2:30 ആകുമ്പോഴേക്കും ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ വേഗം നോക്കിയിട്ടോ. അപ്പോഴാണ് അവിടെ കിച്ചും സാവു ചേച്ചിയും ഫോട്ടോഗ്രാഫറിനെ വിരിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഓടിപ്പോയി ചുള്ളിൽ 2-3 ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടിയതല്ലേ, തറവാട്ടിലെല്ലാവരും കൂടിയിട്ടുള്ള ചില നല്ല നല്ല ചില ടൈമിലൊക്കെ ഇങ്ങനെ എല്ലാവരും ഒപ്പം കിട്ടുള്ളൂ. അതിലും എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പിയായി സന്തോഷമായി. കുഞ്ഞിപ്പാറുവിനെ വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പാഴ്സൽ കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിലോട്ട് വരികയാണ് നേരത്തേത്. ഞാൻ എൻ്റെ സഞ്ചിക്ക് ആദ്യമേ റെഡിയാക്കി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന്